ഹലോ. അപ്പോൾ ദേ ഇന്ന് നമ്മൾ സൺഡേ ആയിട്ട് നമ്മൾ ഈവനിങ്ങിൽ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ദേ അഭിചേച്ചിക്ക് തന്നെ ഇരുന്ന് അഭിചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലിൽ ഇരാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇരിയ ഹെയർ സ്റ്റൈൽ കുഞ്ഞാവയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ദേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞാവയുടെ പീരുമ്പത്തെ തല്ലിടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ദേ കുഞ്ഞാവ് അവളുടെ കയ്യിലിരിക്കുന്ന ആ ബ്രഷിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെ കിടന്നുകൊണ്ട് കരച്ചിലും ഭയങ്കര ബഹളമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മൾ നേരെ ചാലക്കുടിക്കാണ് പോകുന്നത്. അപ്പോൾ ചാലക്കുടി എത്തുന്നതിന് മുമ്പ് ദേ ഇത് നമ്മളെ കൊരട്ടി എത്തിയായിരുന്നു. അപ്പോൾ കൊരട്ടിയുടെ അവിടെ സിഗ്നലിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ആക്ച്വലി ഞങ്ങൾ ചാലക്കുടിയിലെ കുറച്ച് ഫുഡ് സ്പോട്ടൊക്കെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ദേ നമ്മൾ ഏകദേശം ചാലക്കുടി എത്തായിരുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാം ഗൈസ്, ഞങ്ങൾ ചാലക്കുടിയിൽ എത്തിയിട്ടും ഞങ്ങൾ ഉദ്ദേശിച്ച ഫുഡ് സ്പോട്ട്സും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. എന്താണെന്നറിയില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി നോക്കിയതും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് എന്താ പറയുക ഫുഡ് സ്പോട്ടുകൾ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് അവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മെയിനായിട്ട് ഈ പാനിപ്പൂരി, ചാട്ട്, പിന്നെ ഫലൂഡ, ഷേക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ ചെറിയൊരു ഷോപ്പായിരുന്നു. വളരെ കുറച്ച് ചെറിയൊരു സ്പേസ്. ആ ഒരു ഷോപ്പിന്റെ സ്പേസ് ആണ് കാണുന്നത്. അത്രയൊക്കെ തന്നെ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആദ്യം ഞങ്ങൾക്ക് ചെറിയൊരു സീറ്റിംഗ് മാത്രമാണ് കിട്ടിയത്. അവിടെ ബാക്കിയുള്ള സീറ്റിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സീറ്റ് മാറിയായിരുന്നു കേട്ടോ, കുറച്ച് ആൾക്കാർ കഴിഞ്ഞിട്ട് പോയപ്പോൾ. അപ്പോൾ ഇത് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് എല്ലാവരും കൂടി സെർച്ച് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾ മോമോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഫ്രൈഡ് മോമോസും പിന്നെ നമ്മുടെ സമൂസ ചാട്ട്, ബേൽപൂരി, പിന്നെ സ്പെഷ്യൽ ഐറ്റമായ പാനിപ്പൂരിയുമാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം അത് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പപ്പയും അഞ്ജലിനും കൂടെ അവിടെ പോയി നോക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്തിട്ട് 15 മിനിറ്റോളം ഏകദേശം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേ നമ്മുടെ പാനിപ്പൂരിയൊക്കെ വന്നായിരുന്നു. പാനിപ്പൂരി, പിന്നെ അതേ ഫ്രൈഡ് മോമോസ് വന്ന്, നോർമൽ ചിക്കൻ മോമോസ് കേട്ടോ. എല്ലാം കൊള്ളായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരു വാവ് ഫുഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു 3.8 ഒക്കെ കൊടുക്കാം ആവറേജ് റേറ്റിംഗ്. ഒരു 4.5 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, മാക്സിമം ഒരു 4. അതിൽ കൂടുതൽ വലിയ ടേസ്റ്റ് ഒന്നും നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാത്തിലും ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് റിച്ച് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അധികം പിശുക്കൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും പാനിപ്പൂരി കഴിക്കുന്നതായിട്ട് കാണുന്നത്. പാനിപ്പൂരി ആക്ച്വലി ഇവിടെ പപ്പയുടെ മോളുടെ ഫേവറേറ്റ് ആണ്. പിന്നെ വടപാവ് ബജി എന്ന് പറയുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് ഓർഡർ ചെയ്തായിരുന്നു. അത് കുറച്ച് സ്പൈസിയാണ്. പിന്നെ ഉള്ളിലും നമ്മുടെ ഈ പൊട്ടറ്റോയോ ഒക്കെ വെച്ചിട്ട് ഒരു കട്ട്ലേറ്റ് പോലെയൊക്കെയാണ്. ഇതിൻ്റെ ഈ ഒരു സൈഡ് ഡിഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര നാരങ്ങ നന്നായിട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു പുളി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഇതാണ് നമ്മുടെ ബേൽപൂരി. ബേൽപൂരിയൊക്കെ ആക്ച്വലി കൊള്ളായിരുന്നു, നല്ലോണം കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അറിയാമല്ലോ, കുട്ടികളുടെ ഫേവറേറ്റ് അതിന് ഇടുന്ന മിക്സറായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സമൂസ ചാട്ട് ഉണ്ടായിരുന്നു. സമൂസ ചാട്ടും ബേൽപൂരിയും കൂടി ഒരുമിച്ചാണ് വന്നത്. അപ്പം എല്ലാവരും നല്ല ലാവിഷായിട്ട് കഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് വലിയ ഹെവി ക്വാണ്ടിറ്റി ഒന്നും അല്ല, ചെറിയൊരു ബൗളായിരിക്കുള്ളൂ. പിന്നെ ഇത് കുറച്ച് നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ പിള്ളേരെയും കൊണ്ട് പുറത്ത് പോകണമല്ലോ, അല്ലെങ്കിൽ അവർക്കും തന്നെ ബോറടിക്കില്ലേ. അപ്പം നമ്മുടെ ഇയാൻഡെറിക്ക് നമ്മളവിടെ ടേബിളിലൊക്കെ ഇരുത്തി ഇയാൻഡെറിക്കിനും ചെറുതായിട്ട് ബണ്ണും പിന്നെ മറ്റേ പാനിപ്പൂരിയുടെ പൂരി ഓൺലി ഉണ്ടല്ലോ, സിംഗിൾ പൂരി ഞങ്ങൾ മേടിച്ചിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് ഈ അഞ്ജലീന കഴിക്കുന്നതാണ് സമൂസ ചാട്ട്. സമൂസ ചാട്ടൊക്കെ നല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ നമ്മൾ മോമോസ് വേറെ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ, തായ് മോമോസ് എന്ന് പറഞ്ഞിട്ട്. ഇതിനൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേയൊക്കെ ഭയങ്കര ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. നമ്മുടെ സോയാ സോസിൻ്റെ ഒക്കെ ഒരു തരം ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുട്ടികളാണ് അത് കൂടുതലും കഴിച്ചത് കേട്ടോ. പക്ഷെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ സമൂസ ചാട്ടാട്ടോ. സമൂസ ചാട്ടിൻ്റെ ഏകദേശം എൻഡിങ് ആണ് ഈ കാണുന്നത്. നന്നായിട്ട് ഗ്രീൻ പീസ് ഒക്കെ ഇട്ട് സമൂസ പൊടിച്ചിട്ടാണല്ലോ ഈ ചാട്ട് മസാല ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത്. നമ്മുടെ യോഗട്ടും പിന്നെ നമ്മുടെ ഷുഗർ പാനിയും ഒക്കെ ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ബേൽപൂരിയുടെയും ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ജ്യൂസ് കൊടുത്തിട്ടുള്ള എക്സ്പ്രഷനാണ് കേട്ടോ കാണിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു 3 പ്രാവശ്യം ജ്യൂസ് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട്, അധികം തണുപ്പൊന്നും ഉണ്ടായില്ല കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തിട്ട് ഉള്ള എക്സ്പ്രഷൻ ഞങ്ങൾക്ക് ശരിക്കും കറക്റ്റ് കിട്ടിയില്ല. കാരണം ആദ്യം കൊടുക്കുമ്പോഴാണല്ലോ ആ എക്സ്പ്രഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങളിതേ മാംഗോ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാംഗോ ജ്യൂസ് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ മാംഗോ ജ്യൂസ് കൊടുത്തപ്പോഴും ആൾക്ക് അത്ര അങ്ങോട്ട് എക്സ്പ്രഷൻ വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുഞ്ഞാവയുടെ അപ്പം നാരങ്ങ കൊടുത്തപ്പം ഇപ്പൊ നമ്മുടെ കുഞ്ഞാവിക്ക് ഞങ്ങൾ അങ്ങനെ നാരങ്ങ കൊടുക്കാൻ പോകട്ടെ. എക്സ്പ്രഷൻ കാണാനുള്ളത് എക്സ്പ്രഷൻ കണ്ടു അയ്യോ. നമ്മുടെ കുഞ്ഞാവ അങ്ങനെ വല്ലാത്തൊരു എക്സ്പ്രഷൻ, കുറെ നേരത്തേക്ക് ആ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. ആ മന്തിന്റെ ഒരു പുളിപ്പൊക്കെ വായിൽ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ നമുക്ക് ഒരു രസമല്ലേ കാണാനായിട്ട്, കുഞ്ഞുങ്ങളുടെ ഈ ഓരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നാരങ്ങയൊന്നും അധികം പിഴിഞ്ഞു കൊടുക്കാൻ സമ്മതിച്ചില്ല. വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. ഇതേ നമ്മുടെ അഭിചേച്ചി കൂടുതൽ ജ്യൂസ് കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് അടുത്ത ഫലൂഡ ഓർഡർ ചെയ്തായിരുന്നു. ടെൻഡർ കോക്കനട്ട് ഫലൂഡ ആയിരുന്നു കേട്ടോ. അതിൽ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് കോക്കനട്ടും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലോഗ്. അപ്പൊ നമ്മൾ ഈ സ്പോട്ട് വരുന്നത് അവിൽ എന്ന് പറഞ്ഞ ഈ ഷോപ്പ് വരുന്നത് ഏകദേശം ചാലക്കുടി മൂവലൻസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതിനോട് ചുറ്റും കുറച്ച് ബർഗർ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫലൂഡ നല്ലതാണ്. ലൊക്കേഷൻ വരുന്നത് ഇതാണ്, മൂവലൻസിന് നേരെ ഓപ്പോസിറ്റ് ചെറിയൊരു ഷോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.